വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രോസ്റ്റി ഫേബിൾസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടിമു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പാഴ്സലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ ആക്രാന്തത്തിൽ പൊട്ടിച്ച് നോക്കി. എല്ലാവരും പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പക്ഷെ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത് തന്നെയാണോ വന്നേന്നൊക്കെ നോക്കി. അപ്പൊ ഞാനിത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനി അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫോൺ കേസ് ആണ്. ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇതിന് ഒരു ഫോൺ ചാം ഉണ്ട്. ക്യൂട്ട് റൈറ്റ്, നല്ല പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതാണ് ഇതിന്റെ ഫോൺ കേസ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിലിങ്ങനെ 3D ആണിത്. ഫോൺ കേസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാട്ടോ. നല്ല 3D ഇത് വരുന്നുണ്ട്. ടുലിപ്പ് ഗുഡ് ലക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ആ ചാം ആണെങ്കിലും നല്ല രസമുണ്ട്. ചാം താഴെ ആയിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. അടുത്തതും ഒരു ഇതെനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരം പറ്റിയതാണ്. ഞാൻ ഫോൺ കേസ് അല്ലായിരുന്നു ഓർഡർ ചെയ്തത്. എനിക്ക് ഈ ഫോൺ കേസിന്റെ ബാക്കിലുള്ള ഈ സംഭവം സക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇത് മാത്രം മതിയായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇത് ടോട്ടലായിട്ട് ഫോൺ കേസിലാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്കിത് എന്തിനാ വെച്ചാൽ ഞാൻ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഫോൺ കേസിലാണ് വന്നത്. പക്ഷെ എന്നാലും കൊള്ളാം, നല്ലൊരു പിങ്കി ഷെയ്ഡാണ്. ഇതിന്റെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ട് ഫോൺ കാണണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എന്നാൽ ഇതിന്റെ കാര്യത്തിൽ അബദ്ധം പറ്റില്ലൊന്നും ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ കുറെ വായിച്ചു നോക്കിയത്, എന്നിട്ടൊന്ന് ഫോൺ കേസിന്റെ കൂടെ വന്നേ. ഇതൊക്കെ ഞാൻ വിചാരിച്ചു നല്ല യൂസ്ഫുൾ ആണല്ലോ. നമ്മൾ എന്തെങ്കിലും പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മൂവിയോ അങ്ങനെ എന്തെങ്കിലും കാണണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. എനിക്ക് പുറത്തേക്ക് കഴിയുമ്പോൾ വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇതിന് ഇങ്ങനെയുണ്ടെന്ന്. അറിയില്ല, ഇനി പുറത്ത് പോകുമ്പോൾ ഇത് വെച്ചിട്ട് പോവാം. ഇപ്പൊ എന്ത് ചെയ്യാൻ. ഇവിടെ റിട്ടേൺ അയക്കണമെങ്കിൽ നല്ല പാടാ. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് നിഷാന്ത് തന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് റിട്ടേൺ ചെയ്യാൻ വേണ്ടി. റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ തന്നെ പുറത്ത് പോയി ബോക്സ് വാങ്ങണം, എന്നിട്ട് അതിന് മേലെ റെസിപ്റ്റ് ഒട്ടിക്കണം. അങ്ങനെ കുറെ നമ്മൾ തന്നെ അയച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. അവർ അടുത്ത ദിവസം തന്നെ അവരെത്തി, അവർ കളക്ട് ചെയ്ത് അവർ പോയി. ഇതാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ നല്ല പാടാ. അതുകൊണ്ട് ഞാൻ ഇനി ഇത് മാത്രമായിട്ട് റിട്ടേൺ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അടുത്ത ഐറ്റം ഒരു ഐലൈനർ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം ഞാൻ ഡാസ്ലറിന്റെ ഐലൈനർ ആയിരുന്നു യൂസ് ചെയ്യാറ്. പക്ഷെ അത് തീർന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ ഇവിടുത്തെ ഷോപ്പിലൊന്നും നോക്കിയിട്ട് എനിക്ക് ഐലൈനർ കിട്ടിയില്ല. ഈ പെൻസിൽ അങ്ങനെയൊക്കെ കണ്ടു, പക്ഷെ ഐലൈനർ ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഐലൈനർ ഓർഡർ ചെയ്തു. ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, അതിനി ട്രൈ ചെയ്ത് നോക്കണം. പാക്കേജിങ് ഒക്കെ കൊള്ളാം എന്തായാലും. ഓ വാവ്, നൈസ് ഷെയ്ഡ്. ഇതാണ് ഐലൈനർ. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓ വാവ്, നൈസ്. ബ്രഷും എല്ലാം അടിപൊളിയാണ്, നല്ല പോയിന്റഡ് ആണ്. എനിക്കിഷ്ടായി. ഇനിയിപ്പോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അടുത്ത ഐറ്റം, ഞാനിപ്പം റീസെന്റ് ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ജേർണലിങ്ങിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ പേര് എംഒ കാർഡ് എന്നാണ്. അതായത് നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യട്ടെ. ഇതിന്റെ ഉള്ളില് 100 എണ്ണാണ് ഉള്ളത്. 100 പീസിന്റെ ആണ്. അടിപൊളിയായിട്ടോ, ക്വാളിറ്റി ഒക്കെ കൊള്ളാം. നല്ല തിക്കായിട്ടുള്ള പേപ്പർ, നല്ല പാക്കേജിങ് ഒക്കെയാ. പറ്റുന്നത് ഇങ്ങനെ 100 ഷീറ്റ്സ് ഉണ്ട്. എല്ലാം ഒരു ഫ്ലവർ, ഒരു ഗാർഡൻ പാറ്റേണിലാണ് വരുന്നത്. ഞാൻ ആ തീമായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓ, ഇതൊക്കെ കാണാൻ എന്താ അടിപൊളിയല്ലേ. പിന്നെ വൈകാതെ എൻ്റെ ജേർണലിംഗ് വീഡിയോസും വരുന്നതായിരിക്കും. ഓക്കെ, ബുക്കിന്റെ ആണെങ്കിലും ഇത് നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നവർക്ക് ബാക്ക്ഗ്രൗണ്ട് വെക്കാനായിട്ട് നല്ലതാണ്. കുറേ ഉണ്ട്, 100 എണ്ണം ഉണ്ട് ഇതില്. ഞാൻ വിചാരിച്ചു 100 എണ്ണം ഒന്നും വരത്തില്ലായിരിക്കുന്നു, പക്ഷെ കൃത്യം 100 എണ്ണം തന്നെ ഉണ്ട്.
അപ്പം ഇന്നോട്ട് ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത ഐറ്റം ഒരു ഫോൺ കേസ് തന്നെയാണ്. എനിക്കൊരു യെല്ലോ ഫോൺ കേസ് വേണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഫോണൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എറിച്ച് നിൽക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓർഡർ ചെയ്തതാണ് ഒരു ഫോൺ കേസ് യെല്ലോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പൂ, 2 പുറകില്. ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ ഫോൺ കാണുമ്പോൾ. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അടുത്ത പർച്ചേസ്, യെല്ലോ ഫോൺ കേസ്. അടുത്ത ഐറ്റം എന്താണിത്? അടുത്ത ഐറ്റം ഇയറിങ്സ് ആണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് 2-3 ഇയറിങ്സ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി യൂസ് ചെയ്യാതെ വെച്ചിട്ടാ, അതോ എനിക്കറിയില്ല. എങ്ങനെയോ അത് ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിന്റെ പുറകിലെ ആ കൊളുത്തിടുന്ന അതില്ലേ, അതൊക്കെ കൊളുത്തല്ലല്ലോ, ആ മറ്റേ പിരിയിടുന്ന അതില്ലേ, അതൊക്കെ പൊട്ടി കിടക്കുക. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒരു കമ്മൽ ഓർഡർ ചെയ്തു. വാവ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അടിപൊളി, നല്ലൊരു മൾട്ടി കളർ സ്റ്റൈൽ. ഈ കമ്മല് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ എത്തനിക് വെയർ ഒക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ഞാൻ വേറെ കുറേ കമ്മലുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള എത്തനിക് വെയർസിൻ്റെ കൂടെ ഒക്കെ പറ്റുന്ന നല്ല കമ്മലുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എല്ലാത്തിനും കുറച്ച് റേറ്റ് ഉണ്ട്. അങ്ങനെ ഒരു $3 $4 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പുറകിലാണെങ്കിലും 2 പീരി ഇവർ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്താന്ന് നോക്കാം. അടുത്ത ഐറ്റം നമ്മൾ ബ്രാ പാഡ് ആണ്. അതായത് നമ്മൾ ചില ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ബ്രാ ഇടാൻ പറ്റില്ല, അപ്പൊ നിപ്പിളൊക്കെ വിസിബിൾ ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മളത് ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒന്നില് 30 പീസ് ആണുള്ളത്. ഇത് ഇവിടെ നല്ല യൂസ്ഫുൾ ആണ് നമുക്ക്. നമ്മളിപ്പോൾ നോർമൽ ബ്രാ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിപ്പിളൊക്കെ ചിലപ്പോൾ വിസിബിൾ ആയിരിക്കും ചില ഡ്രസ്സസ് ഇടുമ്പോൾ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണിത്. ഇത് അവിടെ സ്റ്റിക്ക് ഓൺ ആയിട്ട് ഇരുന്നോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇച്ചിങ് അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അടുത്ത ഐറ്റം മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള 3 ഐറ്റംസ് ആണ് ഇനിയുള്ളത്. ഇതൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിന്റെ ഇവിടെ ഒരു ടൈ ആണ് വരുന്നത് സ്ലീവിന്റെ അവിടെ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു റെഡ് കളറുമാണ്. ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത്. ഇതിന്റെ ഇവിടെ മേലെ 2 സ്ലീവ്സ്. ഇതൊരു ടൈ ആണ്. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല മെറ്റീരിയൽ ആട്ടോ, എനിക്ക് ഇഷ്ടമായി, നല്ല മെറ്റീരിയൽ. ഇതൊരു ടോപ്പ് തന്നെയാണ്, ഒരു ഷോർട്ട് കുർത്ത. അത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇതാണ് ഒരു ത്രെഡ് പാറ്റേൺ ഒക്കെ വന്നിട്ട്, ഇത് അടിപൊളിയാണ്. ഇതിന്റെ ഞാൻ വീഡിയോ എങ്ങനെയാണ് വരുന്നത് എന്ന് കൊടുക്കാം. അടുത്ത ഐറ്റവും ഒരു ക്യൂട്ട് ടോപ്പാണ്. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടം. നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ്. നോക്ക് ഗൈസ്, സോ ക്യൂട്ട് റൈറ്റ്. ഇതിന്റെ ഫ്രണ്ട് ഇത്രയാണ് ലെങ്ത്. ഇതിന്റെ എങ്ങനെയാണ് വരുന്നത് ഞാൻ കൊടുക്കാം. ഏറ്റവും ഞാൻ ജേർണലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു 100 പേജ് വരുന്ന ഒരു സ്റ്റിക്കർ ബോക്സ് ആണ്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്ത ടീം ദ റൊമാൻറ്റിക് ഗിഫ്റ്റ് എന്നുള്ളൊരു തീമായിരുന്നു. അതിൽ ഞാൻ നോക്കിയപ്പം എല്ലാം അടിപൊളി പാറ്റേൺസ് ആയിരുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളി സ്റ്റിക്കേഴ്സ്. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ്. നല്ല സ്റ്റിക്കേഴ്സ്. ഇതുപോലെ 100 എണ്ണം ഉണ്ട് ഇതില്.
നിപ്പിളിന്റെ തന്നെ ഈ നിപ്പിൾ ഐ മീൻ ഈ സക്ഷൻ പാഡിന്റെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് 30 പീസ് വിത്ത് ബോക്സ്, പിന്നെ 30 പീസ് നല്ല ഫ്ലവറിന്റെ ഷേപ്പിൽ വരുന്നേക്കുണ്ട്. ഞാൻ ആദ്യം ബോക്സ് ആയിരുന്നു എടുത്തത്. പിന്നെ ഞാൻ വെച്ചു ബോക്സിന്റെ ആവശ്യമില്ല, എൻ്റെ അടുത്ത് വേറൊരു ബോക്സ് ഉണ്ട്, അപ്പൊ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് ഓരോന്നിനും ഇവരൊരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കവറിങ്ങിന് നമ്മൾ പറിച്ചെടുത്തിട്ടാണ് ഇത് ഇവിടെ നമ്മുടെ ബ്രസ്റ്റിൽ ഒട്ടിക്കേണ്ടത്. ഇത് റീയൂസബിൾ ആണ്, ഞാൻ റീയൂസ് ചെയ്യാറുണ്ട് ഇത്, കാരണം ഇത് നല്ല മെറ്റീരിയൽ ആണ്. ഐലൈനർ വാട്ടർ പ്രൂഫ് ആട്ടോ, അങ്ങനെയൊന്നും മാഞ്ഞൊന്നും പോകുന്നില്ല. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. യെല്ലോ ഫോൺ കേസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഞാനൊരു യെല്ലോ വേണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ മേലത്തെ പോവാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതൊരു ക്യൂട്ട് ഫോൺ കേസ് ആണ്. ടെമോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ക്യൂട്ട് ആയിട്ടുള്ള ഫോൺ കേസസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സൈഡിൽ ചിലപ്പം അതിന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ വാങ്ങാൻ പോകുന്ന ഐറ്റത്തിന്. അപ്പൊ അത് നിങ്ങൾ നോക്കി റിവ്യൂ ചെയ്തിട്ട് വേണം വാങ്ങാനായിട്ട്. ചിലപ്പോൾ ചിലർക്കൊക്കെ മോശം നല്ല യൂസ്ഫുൾ അല്ലാത്ത പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ സൈഡിലുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.